വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം വേങ്ങരയുടെ പടനിലം എന്ന നാടകം പുസ്തകമെടുത്ത് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് കുറച്ച് പേര്. ഞാനതിലൊരു നമ്പൂരി വേഷമാണ്, വൃദ്ധൻ നമ്പൂതിരി. എന്നുവെച്ചാൽ ഇല്ലത്തെ ദാരിദ്ര്യമൂത്ത് ഇല്ലത്തെ ആനയെ വിറ്റു, ആനയെ കാണാതെ കുട്ടിശങ്കരൻ ആനയെ അന്വേഷിച്ച് നടക്കുന്ന ഭാര്യയായ അല്പം ഭ്രാന്തിയായ ഒരു കഥാപാത്രത്തിൻ്റെ ഭർത്താവാണ് എൻ്റെ കഥാപാത്രം. അപ്പോൾ ഈ നാടകത്തിൽ എൻ്റെ ഭാര്യയെ അഭിനയിക്കുന്നത് കുളപ്പുള്ളി ലീല എന്ന് പറയുന്ന ഇന്നത്തെ സിനിമയിലെ പ്രശസ്തിയായ നടിയാണ്. അന്നവർ നാടകരംഗത്ത് സജീവമാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇല്ലത്തുനിന്നിറങ്ങി വളപ്പിലൂടെ കുട്ടിശങ്കരാ നീ എവിടെയാ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവരിങ്ങനെ അലഞ്ഞ് നടക്കുക. ഇത് കണ്ടുകൊണ്ട് നമ്പൂരി വരുന്നു. സാവിത്രി കുട്ടിയെ നീ നടക്കണുണ്ടോ വീട്ടിലത്തേക്ക്? കുട്ടിശങ്കരൻ ഇവിടെ ഇല്ലയെന്നാ പറഞ്ഞില്ലേ, കുട്ടിശങ്കരനെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയിരിക്കുകയാണ് എന്നൊക്കെ നുണ പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണം. അവസാനം ഇവർ പിണങ്ങി ഇല്ലത്തേക്ക് അതിവേഗത്തിൽ നടന്നു പോകുന്നു. പുറകെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ എന്ന് ചോദിച്ച് ഞാനും പുറകെ പോകുന്നു. ഈ സമയത്ത് മറ്റൊരു കഥാപാത്രം വരുന്നു, നാടകം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സീന്. അങ്ങനെ നാടക റിഹേഴ്സലൊക്കെ ഗംഭീരമായി നടന്നു. നാടകം തുടങ്ങി. കുളപ്പുള്ളി ലീല തകർത്താടുകയാണ് ഭ്രാന്തിയായിട്ട്. അപ്പോൾ ഈ കാണികളുടെ ആരവം, കാരണം ഇവർ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾക്കും ഇവർ കാണിക്കുന്ന അഭിനയത്തിൽ അറിയാലോ, സിനിമയിൽ തന്നെ അവർ പലപ്പോഴും ഓവർ ആക്ട് അതൊക്കെ ചിലർ പറയും. ഓവർ ആക്ടാണ് അവരുടെ വിജയം. അങ്ങനെ ഇവർ ഈ ഭ്രാന്തി ആയതുകൊണ്ട് ഇടയ്ക്കായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് സാവിത്രിക്കുട്ടിയെ നടക്കണുണ്ടോ അകത്തേക്ക്? മതി, കുട്ടിശങ്കരനെ എഴുന്നള്ളിപ്പിന് പോയിരിക്കാമെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ, കടന്നു പോകണമെന്ന് എന്നൊക്കെ എന്നെ കണ്ടില്ല. അപ്പോൾ ആളുകൾ ചിരിക്കണം. അപ്പോൾ ഈ ചിരി ഇവർക്കൊരു ലഹരിയായി മാറി. ഇവർ തിമിർത്ത് അഭിനയിക്കാൻ തുടങ്ങി. ഞാൻ വിളിച്ചാൽ ഇവർ ജമ്മത്ത് വരുന്നില്ല. സാവിത്രിക്കുട്ടിയെ നടക്കുക. അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോയാലും എനിക്ക് കൂടെ ഡയലോഗ് ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഗുരുവായൂരപ്പനെ വിളിച്ചപ്പോൾ ഗുരുവായൂരപ്പനെ വിളിച്ച ഡയലോഗിൻ്റെ കൗണ്ടർ പറഞ്ഞുകൊണ്ടാണ് അടുത്ത ആൾ കടന്നു വരുന്നത്. അപ്പോൾ ഇവർ പോകുന്നത്. അപ്പോൾ ഇവർ ഈ അഭിനയത്തിൻ്റെ ലഹരി മൂത്ത് അത് പിണങ്ങി അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. അപ്പോൾ ഇവരൊരു തരം വല്ലാത്ത ഉന്മാദാവസ്ഥയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഞാനും കുടുങ്ങി. ഇവരൊന്നും വരുന്നില്ല. അവസാനം നിവൃത്തികെട്ട് ഒരു വിധത്തിലും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവരെ കൈയ്യണ്ട് പിടിച്ച് വലിച്ച് ചേർത്തുകൊണ്ട് പിടിച്ച് ഇങ്ങോട്ട് നടക്കുക സാവിത്രിയെ, എത്രയും നിന്നെ ഞാൻ നിയന്ത്രിക്കുക, എന്താ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൊടുത്ത് ഇല്ലത്തേക്ക് പിടിച്ച് വലിച്ച് സ്റ്റേജിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവർ ബലം പിടിച്ച് ഈ പിടിവലിയൊക്കെ ആളുകൾ ചിരിക്കുന്നുണ്ട്. പിടിച്ച് വലിച്ചൊരു വിധം ചേർത്ത് പിടിച്ച് ഇവരെന്താ അവർക്കൊരു ഉന്മാദം പോലെയാണ് ഇവർ അഭിനയിക്കുന്നത്. അകത്തേക്കായിട്ട് കൊണ്ടുപോയി തള്ളി കഴിഞ്ഞപ്പോഴാണ് വെച്ച് ഗുരുവായൂരപ്പനോട് ഡയലോഗ് പറയുന്നത്. അവിടുന്ന് ഞാൻ അവിടെ നിന്ന് അപ്പോൾ തന്നെ ഉണ്ടാക്കിയൊരു ഓർമ്മയിൽ നിന്നൊക്കെ തിരിച്ച് വേദിയിലേക്ക് തന്നെ തിരിച്ച് വരുന്നു. തിരിച്ച് വന്നിട്ട് തിരിഞ്ഞ് സാവിത്രി കുട്ടി രണ്ട് പഴിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് മൈക്കിൻ്റെ അടുത്തേക്ക് എത്തി, സെൻട്രൽ മൈക്കിൻ്റെ അടുത്തെത്തി. എൻ്റെ ഗുരുവായൂരപ്പാ, എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ, എന്തിനാ നീ ഇങ്ങനെ ദാരിദ്ര്യം ഞങ്ങൾക്ക് ഇങ്ങനെ വലിച്ചഴിച്ച് തന്നേ എന്നൊക്കെ ചോദിക്കുന്നൊരു ഡയലോഗ് ഞാൻ പറഞ്ഞ് അഭിനയിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ അഭിനയിച്ചു. നാടകം നല്ല വിജയം. നാടകം കഴിഞ്ഞപ്പോഴാണ് പുറത്തൊരാൾ വന്ന് തട്ടി നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. KPSCയുടെയൊക്കെ പ്രഗത്ഭമായ നാടകങ്ങൾ എഴുതിയിട്ടുള്ള AN ഗണേഷ് ഇതിൻ്റെ ഒരു കാണിയായിട്ട് പരിസരത്തുണ്ടായത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ അധികം ചേർത്ത് പിടിച്ച് പറഞ്ഞു, വിജയൻ നിങ്ങൾ എന്ത് നന്നായിട്ടാണ് ആ നമ്പൂരി വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ പൂണൂലൊക്കെ ഇട്ട് ആ കുടുമയൊക്കെ വെച്ചപ്പോൾ നിങ്ങൾക്കൊരു നമ്പൂരിയുടെ എല്ലാ ലുക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, വിജയൻ അഭിനയ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ പ്രൊഫഷണൽ ട്രൂപ്പിൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടും. കൊല്ലം കോട്ടയം സൈഡിലൊക്കെ ഒരുപാട് ട്രൂപ്പുകൾ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കങ്ങനെ ഉറക്കൊഴിഞ്ഞിട്ടുള്ളൊരു പരിപാടി താല്പര്യക്കുറവുണ്ട്. അങ്ങനെയല്ല, എൻ്റെ വേഷം ചെയ്യാൻ കുറച്ച് ആളുകളേ ഉള്ളൂ, അതിലൊരാൾ നിനക്ക് ഭാവി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഫോൺ നമ്പർ എനിക്കില്ല. അപ്പോൾ അന്ന് അടുത്തൊരു വിളിച്ചാൽ കിട്ടുന്ന കടയിൽ ഫോൺ നമ്പറൊക്കെ ഞാൻ കൊടുത്തു. അതുകൊണ്ട് പുള്ളി പോയി. അത് പോട്ടെ, അത് പിന്നീട് പുള്ളി എന്നെ വിളിച്ചു. പിന്നീട് ഒരിക്കൽ ഒരു പ്രതീക്ഷിക്കാതെ ഗുരുവായൂരുന്നൊരു ട്രൂപ്പ് വിളിച്ചു. AN ഗണേഷ് പറഞ്ഞിട്ടാണ് നമ്പർ. ഞാൻ പോയില്ല. പോകാത്തതിന് കാരണം വേറെയായിരുന്നു. ജീവിതവുമായി ബന്ധപ്പെട്ട പ്രാദേശികമായ രാഷ്ട്രീയ ഭ്രാന്ത് കൊണ്ട് വിട്ടുപോകാൻ പറ്റാത്ത സാഹചര്യം മാത്രമാണ്. പക്ഷേ ഇനി ഇതിൻ്റെ ഒരു ക്ലൈമാക്സ്, ഈ നാടകത്തിൻ്റെ കഥ ഞാൻ ഇവിടെ പറയുന്നതിന് ക്ലൈമാക്സ് ആണല്ലോ. ആ ക്ലൈമാക്സിൻ്റെ കാരണം പറയാനാണ് ഈ വീഡിയോ വന്നത്. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ നാടകം ഇങ്ങനെ അഭിനയിക്കുന്നത്. അപ്പോൾ വൈഫൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന് പുതിയ ഭാര്യ അവരും നാടകം കാണാറുണ്ട്. അപ്പോൾ ഞാൻ നാടകം കഴിഞ്ഞ് വലിയ AN ഗണേഷ് അഭിനന്ദിച്ച സന്തോഷം കൊണ്ട് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് വന്ന് എന്നാൽ പൂവല്ലേ ചോദിച്ചാൽ അമ്മയും വൈഫും അച്ഛനൊക്കെ ഉണ്ട്. വൈഫിൻ്റെ മുഖത്തൊരു മങ്ങൽ കാണുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. അച്ഛനിപ്പോൾ ആദ്യമായിട്ട് നാടകം കണ്ട് പരിപ്രവചിച്ച് ഭർത്താവ് നല്ലൊരു നടനാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് സന്തോഷം കൊണ്ടായിരിക്കും. വീട്ടിലെത്തി ഇവർ ചെയ്തത്, ഞാൻ സ്ക്രിപ്റ്റ് പഠിച്ചിരുന്ന കുറച്ച് പേജുകൾ വീട്ടിലിരിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് പഠിക്കുന്നത്. ഈ പേജ് എടുത്ത് ഈ രാത്രി 2:30 മണിക്ക് ഇങ്ങനെ വായിച്ച് നോക്കി ഞാൻ ചോദിച്ചു, എന്താ നീ അതിന് നോക്കുന്നത്? ഈ 2 മണിക്ക് വന്നിട്ട് നീ വല്ല കിടന്നുറങ്ങാൻ നോക്കുക, എന്താ വായിക്കുന്ന നോക്കുന്നത്? എന്താ മറുപടി എന്നറിയോ? ഈ സ്ക്രിപ്റ്റിൽ ഞാൻ നിങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരിക്കലും സ്നേഹത്തിലാട്ടോ, ദേഷ്യത്തിലത് വിചാരിക്കട്ടെ, ദേഷ്യത്തിലാണ് ചെയ്തത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും
ആ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന സ്ത്രീനെ ചേർത്ത് പിടിക്കുന്നതോ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നോ അതിൽ എഴുതിയിട്ടില്ലല്ലോ. നിങ്ങൾ വിളിക്കുന്നു, അവർ കൂടെ ദേഷ്യപ്പെട്ട് പിണങ്ങി അകത്തേക്ക് പോകും, നിങ്ങൾ പുറകെ പോകുന്നത്. ഇപ്പോൾ എന്തിനാണ് സ്റ്റേജിൽ വെച്ചിട്ട് അവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയത് എന്നുള്ള ചോദ്യമാണ്. അപ്പോഴാണ് ഞാൻ പഠിച്ചത് സ്ത്രീയുടെ മനസ്സ്. കാരണം ഇവർ എൻ്റെ വൈഫ് എന്നൊരു നാട്ടുപുറത്താരില്ല, പെട്ടെന്ന് ഈ സ്ത്രീയെ ചേർത്ത് പിടിച്ച് അവർക്ക് പറ്റിയില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ സാഹചര്യത്തിലാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ പിണക്കം ഒരാഴ്ചയോളൊക്കെ മുഖത്തുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു അനുഭവമാണ് നാടകത്തിലെ. അപ്പോൾ ആ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നാടകത്തിലെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി നാടകവുമായി ബന്ധപ്പെട്ട 1-2 പേജുകൾ കൂടി എനിക്ക് പറയാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഞാൻ വരാം. ഇത് ഒരു തമാശയായിട്ടൊരു എപ്പിസോഡായി നിങ്ങൾ കാണണം. നന്ദി, നമസ്കാരം.